നമസ്കാരം രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ എപ്പോഴും നമുക്ക് ചേമ്പൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഇത് കറിയൊന്നും അല്ല കേട്ടോ. അപ്പം ചോറിനൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഗംഭീരമായിട്ടുള്ള കറിയൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കിയാൽ മതി. ഒരു മെഴുക്കുവരട്ടിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു ഡ്രൈ ആയിട്ടായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം വളരെ സിമ്പിളായി നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ ചേമ്പ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് കണ്ടുവരാം. നമ്മൾ ഇതിനായിട്ട് 2 ചേമ്പാണ് എടുക്കുന്നത്. അത് ഒന്ന് വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചേമ്പ് വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളം എല്ലാം വറ്റി വരുന്ന അത്ര വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ചേമ്പ് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളം എല്ലാം വറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെന്തങ്ങ് അടിഞ്ഞു പോവരുത് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തില്ലായിരുന്നു കേട്ടോ വേവിക്കുമ്പം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളകാണ്, കാശ്മീരി മുളക് ചേർക്കണേ കുറച്ചും കൂടെ കളർ വരും. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതും 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചതിന് ശേഷം മഞ്ഞളും മുളകും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ചേമ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വശം ഇത് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് അതുപോലെ മൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു വശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇപ്പൊ 2 വശവും നല്ല പോലെ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ചേമ്പ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി, ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.